Hello, welcome back to the KTU BTech 2024 scheme. S2 സ്റ്റുഡൻസിന് ഗ്രൂപ്പ് സിയിൽ വരുന്ന സ്റ്റുഡൻസിനുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ളത് നോക്കാം, ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നോക്കാം. യെസ്, അപ്പൊ നമുക്ക് ഗ്രൂപ്പ് സി സ്റ്റുഡൻസിന് നമുക്ക് വരുന്ന സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ് ഫോർ ഫിസിക്കൽ സയൻസ്. നമ്മൾ S1 മാത്സ് പഠിച്ചു, S2 മാത്സ് പഠിക്കാനുണ്ട്. ദെൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഇപ്പൊ ഫിസിക്സ് നേരത്തെ S1 ഉള്ളവർക്ക് ഇപ്പൊ കെമിസ്ട്രി ആയിരിക്കും, S1 കെമിസ്ട്രി പഠിച്ചവർക്ക് ഇപ്പൊ ഫിസിക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്. അപ്പൊ നേരത്തെ നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നില്ല, ഗ്രൂപ്പ് എ ബിക്കാർക്കായിരുന്നു ഗ്രാഫിക്സ് വരുന്നത്. അതൊരു ഡ്രോയിങ് സബ്ജക്റ്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ. ഡ്രോയിങ് മാത്രം വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. നെക്സ്റ്റ് വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അപ്പൊ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എങ്ങനെയാ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് 1 ഇലക്ട്രിക്കലും പാർട്ട് 2 ഇലക്ട്രോണിക്സ്. ദാറ്റ് മീൻസ് 2 മോഡ്യൂള് ഇലക്ട്രിക്കൽ ഉണ്ടാവും, 2 മോഡ്യൂള് ഇലക്ട്രോണിക്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു സബ്ജക്ട് വരുന്നത്. അപ്പൊ അതിൽ 2+2 ക്രെഡിറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മളെ എക്സാമിന്റെ മാർക്ക് വരുമ്പോൾ അതായത് 20-30 ആയിട്ട് 30 മാർക്സിനായിരിക്കും നമ്മൾ എക്സ്റ്റേണൽ എക്സാമിന് എഴുതുമ്പോൾ ഇലക്ട്രിക്കലിന്റെ ക്വസ്റ്റ്യൻസ് 30 മാർക്സ്, ഇലക്ട്രോണിക്സിന്റെ അങ്ങനെ ടോട്ടൽ 60 മാർക്കിനാണ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു പ്രോഗ്രാം കോർ ആണ്. അപ്പൊ പ്രോഗ്രാം കോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സെമസ്റ്റർ സെക്കൻഡ് സെം തൊട്ടാണ് നമുക്ക് പ്രോഗ്രാം കോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ എടുത്തിട്ടുള്ള അതായത് ബ്രാഞ്ചസിന് അനുസരിച്ച് നമുക്ക് ഓരോ സബ്ജക്ട്സ് പ്രോഗ്രാം കോറിൽ പഠിക്കേണ്ടി വരും. അപ്പൊ അത് ഗ്രൂപ്പ് ബിക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടല്ല വരാം, നിങ്ങൾ എടുത്തിട്ടുള്ള ബ്രാഞ്ച് അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ പ്രോഗ്രാം കോർ വരുന്നത്. അപ്പൊ ഞാനത് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ പ്രോഗ്രാം കോർ ആണ് വരുന്നത്. ഇപ്പൊ സിവിലുകാർക്ക് ഒന്ന്, മെക്കാനിക്കലിന് ഒന്ന്, ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് കോമൺ ആയിട്ട് വരുന്നതല്ല പ്രോഗ്രാം കോർ എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം യെസ്, ഫസ്റ്റ് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തവർക്കാണെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് MOS ആണ് വരുന്നത്. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗിന് പ്രോസസ് കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. പിന്നെ അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്കാണെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനാണെങ്കിൽ ഓട്ടോമൊബൈൽ പവർ പ്ലാന്റ് ആണ് പ്രോഗ്രാം കോറിൽ വരുന്ന സബ്ജക്ട്. മെക്കട്രോണിക്സുകാർക്കാണെങ്കിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന് ഫണ്ടമെന്റൽസ് ഓഫ് മാനുഫാക്ചറിംഗ് സിസ്റ്റം ആൻഡ് പ്രോസസ് ആണ് വരുന്നത്. നെക്സ്റ്റ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് ഫണ്ടമെന്റൽസ് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് എയർക്രാഫ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ടെക്നോളജീസ്. ദെൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന് മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് നാവൽ ആൻഡ് ഷിപ്പിംഗ് എഞ്ചിനീയറിംഗിന് ബേസിക് ഷിപ്പ് തിയറി. Then polymer engineering in polymers and polymerization principles. Then safety and fire engineering principles of safety management. ഇത്രയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ അതാത് ബ്രാഞ്ചസിന് അനുസരിച്ചിട്ടാണ് പ്രോഗ്രാം കോർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് സെം മുതൽ നമുക്ക് എപ്പോഴും പ്രോഗ്രാം കോർ ഒരു സെമസ്റ്ററിലായിട്ട് വരും. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രോഗ്രാം കോർ S2 വരുന്നത്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ ബ്രാഞ്ചസിനും വരുന്ന ഒരു സബ്ജക്ട് ആണ്. ഇതിന് എൻഡ് സെമസ്റ്റർ എക്സാമും വരുന്നുണ്ട്, പക്ഷെ മാർക്കിൽ ഒരു ഡിഫറൻസ്. ബാക്കിയൊക്കെ നമുക്ക് 40-60 ആണെങ്കിൽ ഇത് 60-40 ആയിട്ടാണ് വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR നെ കുറിച്ച് മാത്രം ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ കോഴ്സിലാണെങ്കിലും നമ്മൾ അതിനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസും ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി പോലെ നേരത്തെ എടുത്തത് ഏതാണോ അതിന് മറ്റേ സബ്ജക്ട് ആണ് ഈ സെമ്മിൽ വരാം. ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ആണ് നിങ്ങൾക്ക് ഈ സെമ്മിൽ വരുന്ന ഒരു വർക്ക്ഷോപ്പ്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റിംഗ് ലാബ് ഫോർ CE and CE. ദെൻ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സബ്ജക്ട് വരുന്നത്. ഇനി നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടെ പറയാം. ലെർണിനോ ആപ്പിൽ നിങ്ങൾക്ക് S2 കോഴ്സ് അവൈലബിൾ ആണ്. സോ നമ്മുടെ പ്രോഗ്രാം കോർ ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിന്റെയും ലെക്ചേഴ്സ്, റെക്കോർഡഡ് ക്ലാസ്സസ്, PDF സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാം ഓറിയന്റേഷൻ, പേഴ്സണൽ മെന്ററിംഗ് എല്ലാം അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് സിംഗിൾ സബ്ജക്ട് ആയിട്ട് വേണമെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ലെർണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇത് കൂടാതെ നമ്മൾ 1-to-1 ഇൻഡിവിജ്വൽ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡ്യൂൾ വൈസ് ആയിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ 1-to-1 ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.